വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുറേ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതും അല്ലെങ്കിൽ ഞങ്ങളുടെ സ്കൂൾ ഇന്ന ഫിലോസഫിയാണ് ആ ഫിലോസഫിയാണ് എന്നൊന്നും പറയുന്നതോ അല്ലെങ്കിൽ വലിയ ഗേറ്റോ കമാനമോ AC ബസ്സോ ക്ലാസ് റൂമോ അല്ലെങ്കിൽ ഡിജിറ്റൽ ക്ലാസ് റൂമോ ഒന്നുമല്ല വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അവസാനം കുട്ടിയിൽ എന്ത് കിട്ടി, കുട്ടിക്ക് ജീവിക്കാൻ കരുത്തുണ്ടോ, കുട്ടി സസ്റ്റെയിൻ ചെയ്യുമോ, കുട്ടി കാലഘട്ടത്തിൻ്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉയരുമോ, പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെ അതിജീവിക്കുമോ, കുട്ടിക്ക് എന്തും വേണ്ടി ബലം കിട്ടി എന്നുള്ളതാണ് വിദ്യാഭ്യാസത്തിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള കാര്യം. കുറേ അറിവ് കുത്തി നിറച്ച് അല്ലെങ്കിൽ കുറച്ച് പരീക്ഷകൾ ജയിപ്പിച്ച് എടുക്കുന്നത് വെറും സാക്ഷരത മാത്രമാണ്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കുട്ടിയിലുള്ള ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനും കുട്ടിയിൽ സംഭവിക്കുന്ന ഒരു കൾച്ചറൽ ട്രാൻസ്ഫോർമേഷനും ഇഫക്റ്റീവ്നെസ്സും ഒക്കെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയാണോ നമ്മുടെ വിദ്യാഭ്യാസം? അതാണ് ഈ വീഡിയോ അന്വേഷിക്കുന്നത്. വിദ്യാഭ്യാസത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങളൊക്കെ കൊണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വാർത്തകൾ സൃഷ്ടിക്കുന്ന ഒരു പരിപാടിയൊക്കെ നമുക്കുണ്ട്. നമ്മൾ സ്കൂളുകളിലൊക്കെ ഒത്തിരി പദ്ധതികൾ തുടങ്ങുന്നു, കുട്ടികളുമായി ബന്ധപ്പെട്ട് വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയും കുറേ സ്ലോഗൻ കോയിനിങ് എക്സസൈസുകൾ, കുറേ മുദ്രാവാക്യങ്ങൾ എഴുതി വയ്ക്കുക, കുറേ വാർത്തകൾ സൃഷ്ടിക്കുക. ഇതിനപ്പുറത്തേക്ക് കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഒരു വിദ്യാഭ്യാസത്തെ അടയാളപ്പെടുത്തുന്നത്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ കുറച്ച് എഴുത്തും പരീക്ഷയും മാത്രമല്ല, കുട്ടികളിലുണ്ടാകുന്ന ഒരു ഓവറോൾ ഡെവലപ്മെൻറ്റ്, അവരിലുണ്ടാകുന്ന ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ, ഇതൊക്കെയാണ് വിദ്യാഭ്യാസത്തെ അടയാളപ്പെടുത്തുന്നത്. പ്രത്യേകിച്ച് ഒരു ടീനേജിലൊക്കെ കുട്ടികൾ വരുമ്പോൾ അവരിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നല്ലൊരു ആറ്റിറ്റ്യൂഡാണ്. വിദ്യാഭ്യാസത്തെക്കുറിച്ച്, ജീവിതത്തെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച്, സമൂഹത്തെക്കുറിച്ച് എല്ലാത്തിനോടും പോസിറ്റീവായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡാണ് അവരിൽ. ആരോഗ്യത്തെക്കുറിച്ച്, അവനവനെക്കുറിച്ച് തന്നെ അവർക്ക് എന്തും വേണ്ടി നല്ലൊരു ആറ്റിറ്റ്യൂഡ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ ആസ്പെക്റ്റാണ്. അതിനുവേണ്ടി അധ്യാപകർ നന്നായിട്ട് പരിശീലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം നമുക്ക് കുഞ്ഞുങ്ങളിൽ നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ നമ്മൾ അവരോട് കാണിക്കുന്ന ആറ്റിറ്റ്യൂഡ് വളരെ പോസിറ്റീവായിരിക്കണം. അവർക്ക് വീടുകളിൽ കിട്ടുന്ന അനുഭവങ്ങൾ കുറേ പോസിറ്റീവായിരിക്കണം. അവർക്ക് സമൂഹത്തിൽ അവർ കെയർഡാണ്, സെക്യൂർഡാണെന്നൊക്കെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാവണം. അപ്പോൾ അവർ റെസ്പെക്റ്റ് ചെയ്യപ്പെടണം, അവർ റെക്കഗ്നൈസ് ചെയ്യപ്പെടണം. അവർക്ക് എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കുറവുകളെ നികത്താനുള്ള ഒരു പ്രവർത്തനം അവർക്ക് ചുറ്റും സംഭവിക്കണം. ഇങ്ങനെ ഇതിലൂടെയൊക്കെയാണ് ഒരു നല്ല ആറ്റിറ്റ്യൂഡിലേക്ക് ഒരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്. പക്ഷേ അത്തരം ഒരു നല്ല ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് ഒരു കുട്ടിയെ രൂപപ്പെടുത്തിയെടുക്കാനുള്ള അല്ലെങ്കിൽ അതൊരു വലിയ ആവശ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നില്ല. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഒരു കുട്ടിയിൽ എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനം. രണ്ടാമത് നൈപുണ്യങ്ങളാണ്, സ്കിൽസാണ്. നൈപുണ്യങ്ങൾ കുട്ടികളിൽ വളർത്തണമെന്നുണ്ടെങ്കിൽ ധാരാളം പദ്ധതികൾ, പ്രോജക്റ്റുകളൊക്കെ അതിന് വേണ്ടി വരും. ഇപ്പോൾ സ്പോർട്സ് തന്നെ അതിനകത്തൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഒരു സ്കൂളിൽ, ഞാനൊരു സ്കൂളിൽ അതിൻ്റെ പ്രിൻസിപ്പലിനോട് സംസാരിച്ചു, സാറേ ഞങ്ങൾക്ക് എല്ലാ സ്പോർട്സും ഉണ്ട്. ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽഡായിട്ട് അവിടുത്തെ സ്പോർട്സ് അധ്യാപകനുമായിട്ട് ചർച്ച ചെയ്തപ്പോൾ 2000 പേര് പഠിക്കുന്ന സ്കൂളിൽ അവിടെ സ്പോർട്സിൽ ഇടപെടുന്ന വെറും 60 കുട്ടികൾ മാത്രമാണ്. ഈ 60 കുട്ടികൾ ഒഴിച്ച് ബാക്കി കുട്ടികൾക്കൊന്നും സ്പോർട്സിനകത്ത് യാതൊരു സ്റ്റേക്കും ഇല്ല. അപ്പോൾ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത്. PT പീരീഡ് പോലും പലപ്പോഴും കണക്ക് ടീച്ചർ വന്ന് ക്ലാസ് എടുക്കുകയാണ്. ചെറിയ കുട്ടികളെ ഒന്നും കളിക്കാൻ വിടുന്നില്ല. അപകടം പറ്റുമെന്ന് പറഞ്ഞിട്ട് പലപ്പോഴും കുട്ടികളെ വെറുതെ ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്പോർട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്പോർട്സ് ഉണ്ട്. ഇതുപോലെയാണ് കലാപരമായ കാര്യങ്ങളുണ്ട്. ഈ കലയൊക്കെ ഭയങ്കരമാണ് സാർ, ഞങ്ങളാണ് ഈ വർഷത്തെ യുവജനോത്സവ വിജയികൾ. എത്ര കുട്ടികളാണ് കലയിൽ പങ്കെടുക്കുന്നത്? 40 കുട്ടികളാണ് പങ്കെടുക്കുന്നത്. ഒരു 10% കുട്ടികളെ പോലും നമുക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ല. എല്ലാ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും കൂടെ എടുത്താലും ഒരു 10% കുട്ടികളോ 20% കുട്ടികളോ ആണ് പലയിടത്തും ഇതിനകത്തൊക്കെ ഇടപെടുന്നത്. പക്ഷേ പ്രശ്നം എന്താണ്? നമുക്ക് എല്ലാ കുട്ടികൾക്കും സ്കില്ല് ആവശ്യമാണ്. അവരുടെ ജീവിത വിജയം തീരുമാനിക്കുന്നത് അവരിലെ നൈപുണ്യങ്ങളാണ്. അവർക്ക് നല്ല ആത്മവിശ്വാസം വേണം, ആശയവിനിമയ പാഠവും വേണം, അതുപോലെ തന്നെ തീരുമാനം എടുക്കാനുള്ള കഴിവ് വേണം, പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള കഴിവ് വേണം, മനുഷ്യരുമായിട്ട് ഇടപെടാനുള്ള കഴിവ് വേണം, സംഘമായി പ്രവർത്തിക്കാനുള്ള കഴിവ് വേണം. ഈ കഴിവുകളൊക്കെ അവരിൽ സൃഷ്ടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ക്ലാസ് റൂമുകളിൽ പോലും സ്കിൽ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു കാഴ്ചപ്പാട് അധ്യാപകർക്കുണ്ടാവണം. അധ്യാപകർ പഠിപ്പിക്കുമ്പോൾ തന്നെ അവരെ കൊണ്ട് ചോദ്യങ്ങളൊക്കെ ചോദിപ്പിക്കാനും അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ചെറിയ ചെറിയ പ്രോജക്റ്റുകൾ അസൈൻമെൻറ്റൊക്കെ കൊടുത്ത് അവരെ എക്യുപ്പ് ചെയ്യാനും ഒക്കെ കഴിയുന്ന രീതിയിൽ അധ്യാപകർ തന്നെ ഈ കാര്യത്തെ അധ്യാപകർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സ്കിൽസിൻ്റെ ബേസിസിലാണ് ഈ കുട്ടികൾ നാളെ അവരുടെ ജീവിതത്തിൽ വിജയിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഉണ്ടാവണം. പലപ്പോഴും എന്താ സംഭവിക്കണം, ഒരു സിലബസും പരീക്ഷയും അതിൻ്റെ പഠിപ്പിക്കലും മാത്രമായിട്ട് കാര്യങ്ങളൊന്ന് ഒതുങ്ങാണ്. ബാക്കിയൊക്കെ ചുമ്മാ ലേബലിന് വേണ്ടി അവിടെ ഇവിടെയും ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്.
അങ്ങനെയാണ്. ഇപ്പോൾ വേറൊരു സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ ഒരു കൾച്ചറൽ ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചു ഇതാരാണ് ഇതിൻ്റെ ചാർജ്? 2 കൊല്ലമായിട്ട് അതിൻ്റെ ചാർജിൽ ആരും ഇല്ല. അപ്പോൾ അതാണ് അവസ്ഥ. ചുമ്മാ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, എന്തോ ഒരു വലിയ പരിപാടി, ഒരു മാത്സ് ക്ലബ്ബ് എന്നും പറഞ്ഞൊരു സ്കൂളിൽ ഒരു പരിപാടി കണ്ടു. അവിടെ മാത്സും ഇല്ല, ക്ലബ്ബും ഇല്ല. കുട്ടികളെല്ലാം ട്യൂഷൻ പോകുന്നതുകൊണ്ടാണ് കണക്കിന് ജയിക്കുന്നത് തന്നെ. ഇതാണ് അവസ്ഥ. അപ്പം ഈ കുട്ടികളിൽ എന്ത് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനമായ ഒരു കാര്യമാണ്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ വളർന്നു വരുമ്പോൾ അവർക്ക് വേണ്ട ഏറ്റവും നല്ലൊരു കാര്യമാണ് നോളജ് എന്ന് പറയുന്നത്. ഇന്ന് പല കുട്ടികൾക്കും നോളജ് ഇല്ല. വെറും ഇൻഫർമേഷൻ ലെവലിലാണ് കുട്ടികൾ നിൽക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് ഒരു സെൻറ്റൻസ് അറിയാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് അടയാളപ്പെടുത്താൻ അറിയാം. അതിനപ്പുറത്തേക്ക് അവർക്ക് ഡീപ്പായിട്ടുള്ളൊരു നോളജ് ഇല്ല. ഇപ്പോൾ ഇന്ത്യൻ പ്രസിഡൻറ്റിനെ കുറിച്ച് ഒരു 2-3 കാര്യങ്ങൾ പറയാൻ അറിയാവുന്ന എത്ര കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. നമ്മുടെ ആരെക്കുറിച്ചായാലും അല്ലെങ്കിൽ എന്ത് സംഭവത്തെക്കുറിച്ചായാലും, ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് നടക്കുന്ന പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് അപ്ഡേറ്റഡ് ആവുന്ന എത്ര കുട്ടികളുണ്ട്? അല്ലെ അതൊക്കെ ഞാനും മനസ്സിലാക്കേണ്ട കാര്യമാണെന്ന് ചിന്തിക്കുന്ന എത്ര കുട്ടികളുണ്ട്? അതുപോലെ തന്നെ ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ഒരു സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, സാമൂഹികപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, പരിസ്ഥിതിപരമായ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, രാഷ്ട്രീയമായ വെല്ലുവിളികൾ എന്തൊക്കെയാണ്, നല്ലൊരു സിറ്റിസനെ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം നമ്മുടെ കുട്ടികൾ വളർന്നു വന്ന് ഒരു സാമൂഹിക ബോധമില്ലാതെ വളർന്നു വരികയും ഒരു ഇപ്പം തന്നെ വിദേശ രാജ്യത്തേക്ക് വളരെ ചീപ്പായിട്ടാണ് ഈ അഡ്മിഷൻ ലോബികളൊക്കെ നമ്മുടെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ തട്ടിക്കൊണ്ടു പോകുന്നത്? അവർക്ക് ഈ ലോകരാജ്യങ്ങളെക്കുറിച്ചൊന്നും യാതൊരു ഐഡിയ ഇല്ല. യഥാർത്ഥത്തിൽ വിദേശത്ത് എന്നാൽ എന്ത് പഠിച്ചാലും അവർക്ക് ജോലി കിട്ടും, എങ്ങനെ പഠിച്ചാലും ജോലി കിട്ടും. പണ്ടൊക്കെ ഇവിടുന്ന് പോകുന്ന കുട്ടികളൊക്കെ വലിയ സ്കോളർഷിപ്പൊക്കെ വാങ്ങിച്ച് ലോകത്തിലെ പ്രമുഖമായ യൂണിവേഴ്സിറ്റികളിലായിരുന്നു വിദേശത്ത് പോയിരുന്നെങ്കിൽ ഇന്ന് പോകുന്ന ബഹുഭൂരിപക്ഷം കുട്ടികളും തട്ടിപ്പിനിരയായിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് ഒരുപാട് പണവുമായിട്ടാണ് പോകുന്നത്. പല വീടുകളും അവസാനം കടക്കണിയിലാവുന്നു, മാതാപിതാക്കൾ വരാന്തയിൽ കിടന്നുറങ്ങേണ്ടി വരുന്നത്. എന്താണ്? ഇതെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതാണ്. കാരണം ഒരു കോഗ്നിറ്റീവ് സ്കില്ലെന്ന് പറയുന്നത് അവരിലില്ല, ചിന്തിക്കാനുള്ള കഴിവില്ല, ഇറങ്ങി ഓടുകയാണ്. ഇവിടെ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും? അല്ലെങ്കിൽ ഇവിടെ ഏത് യൂണിവേഴ്സിറ്റി, ഈ അടുത്തൊരു പ്രമുഖനായ മനുഷ്യൻ പറയുന്നത് കേട്ടു, നമുക്ക് ഒരു 40 വയസ്സ് വരെ ഈ ഗവേഷണം മാത്രം നടത്തി ഈ രാജ്യത്ത് ജീവിക്കാൻ പറ്റും. കാരണം അത്ര കൊണ്ട് ഗവേഷണ സൗകര്യങ്ങൾ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഉണ്ട്. നല്ല സ്റ്റൈപ്പൻഡും ഒക്കെ നമുക്ക് അതിൽ നിന്ന് തന്നെ വാങ്ങിക്കാനായിട്ട് പറ്റും. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപാട് സാധ്യതകളുണ്ട്. ഇനി വിദേശ രാജ്യത്തേക്ക് ചെന്നാൽ അവിടെയൊക്കെ സ്കോളർഷിപ്പുകളൊക്കെ വാങ്ങിച്ച് അല്ലെങ്കിൽ വലിയ രീതിയിലൊക്കെ പഠിക്കാനുള്ള ധാരാളം അവസരങ്ങളുണ്ട്. ഇതൊക്കെ കിടക്കുമ്പോഴാണ് ഈ അഡ്മിഷൻ തട്ടിപ്പുകാരുടെയൊക്കെ ലോബിയുടെ തട്ടിപ്പിനൊക്കെ ഇരയായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ പോയി അവസാനം ഗതികേടിലാകുന്നത്. അവിടെ ഒരു പാർട്ട് ടൈം ജോലി കൊടുക്കാൻ പോലും പല രാജ്യങ്ങളിലും ഇപ്പോൾ നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. അതിനേക്കാളും ഭയങ്കര എന്താണ്, അവിടെ തന്നെ പഠിച്ചിറങ്ങുന്ന, അവിടെ പോയി പഠിച്ചാൽ ജോലി കിട്ടുമെന്നൊക്കെയാണ് പലരും പറയുന്നത്. അവിടെ പഠിച്ചിട്ട് അവിടെ ജോലിയില്ലാതെ തിരിച്ചിവിടെ വരുന്നു. ഇവിടെ വരുമ്പോൾ അവിടെ പഠിച്ചത് ഇവിടെ പോലും അംഗീകരിച്ചിട്ടില്ല. ഇതൊക്കെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചൊരു ഡീപ്പ് നോളജിലേക്ക് അവരെ നയിക്കാൻ, അല്ലെങ്കിൽ ഒരു ഡീപ്പർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് അവരെ നയിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസത്തിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഏത് തട്ടിപ്പിനും ഇരയാകാൻ പറ്റുന്ന പാകത്തിന് ഒരു വിഭാഗത്തെ ഒരുക്കിയെടുക്കാൻ, ഒരുപക്ഷെ ഇത് തന്ത്രവും കൂടാണോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഒരു തെറ്റായ കച്ചവടങ്ങളെയെല്ലാം പരിപോഷിപ്പിക്കണമെങ്കിൽ ഇതുപോലൊരു ജനതയെ നമ്മൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. ചിന്തിക്കാത്ത രാഷ്ട്രീയം, എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയം മെച്ചപ്പെടാത്തത്? ഞാൻ കഴിഞ്ഞ ദിവസം അധ്യാപകരോട് ചോദിക്കുകയായിരുന്നു, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടോ ഈ രാജ്യത്ത്? യുവജനങ്ങൾക്ക് വേണ്ടി ഒരു പദ്ധതി ഉണ്ടോ ഈ രാജ്യത്ത്? ലോകത്തിലെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളും യുവജനങ്ങളുള്ള രാജ്യമാണ് നമ്മൾ. അതിനൊന്നും നമുക്കൊരു പോളിസി ഇല്ല. കുഞ്ഞുങ്ങൾ എന്ത് കഴിക്കണം? കഴിക്കുന്ന മുഴുവൻ വിഷമാണ്. കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്ന, കുട്ടികൾ വാങ്ങിക്കുന്ന പല സാധനങ്ങളും, അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന കളറായാലും ടേസ്റ്റ് മേക്കേഴ്സ് ആയാലും പ്രിസർവേറ്റീവ്സ് ആയാലും എല്ലാം വിഷമാണ്. പല വൻകിട കമ്പനികളും അവരുടെ രാജ്യത്ത് കൊടുക്കാത്ത പല സാധനങ്ങൾ ഇവിടെ കൊണ്ട് വിറ്റ് കോടികൾ സമ്പാദിക്കുന്നു. പല മരുന്നുകളും, ബാൻ ചെയ്ത മരുന്നുകൾ ഈ രാജ്യത്ത് ഉപയോഗിക്കുന്നു. ഭക്ഷണം മുഴുവൻ വിഷം. നമ്മുടെ കുഞ്ഞുങ്ങളും യുവജനങ്ങളൊക്കെ ഇത് കഴിച്ച് വളരുമ്പോൾ നമ്മുടെ ഒരു ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്നത് ഈ യങ് പോപ്പുലേഷനാണ്. പക്ഷേ ഈ ഒരു യങ് പോപ്പുലേഷൻ നാളെ രോഗികളായി മാറില്ലേ? ഇനി അവർക്ക് ഡ്രഗ്സും മറ്റുമൊക്കെ ഒരു കൺട്രോളും ഇല്ലാതെ അവൈലബിൾ ആക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തവരെ നശിപ്പിച്ച്. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, എല്ലാ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം കുറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ മൊത്തമായ നിലവാരം കുറയും. കാരണം അവിടെ നല്ല സിറ്റിസൻസ് ഉണ്ടാകുന്നില്ല. അപ്പോൾ വിദ്യാഭ്യാസമാണ് ഈ കാര്യം ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഇപ്പോൾ എല്ലാവരെയും ഒന്നും മാറ്റാൻ പറ്റില്ലല്ലോ. ഓരോ അധ്യാപകരും ചിന്തിക്കണം, ഞാൻ എൻ്റെ ക്ലാസ്സിൽ പഠിപ്പിച്ചിറക്കി വിടുന്ന കുട്ടികൾ വ്യത്യസ്തരായിരിക്കണം. അവർ കുറച്ചുകൂടെ നിലവാരമുള്ളവരായിരിക്കണം. അവർ രാജ്യത്ത് ചോദ്യം ചെയ്യുന്നവരായിരിക്കണം. അവർ ചർച്ച ചെയ്യുന്നവരായിരിക്കണം. അവർക്ക് ഏതൊരു വിഷയത്തോടും ഇപ്പോൾ എഴുന്നേറ്റ് നിന്ന് ചോദിക്കാനും പ്രതികരിക്കാനുമുള്ള കഴിവുണ്ടാവണം.
എങ്കിൽ മാത്രമേ വിദ്യാഭ്യാസം അതിൻ്റെ പർപ്പസ് നേടുകയുള്ളൂ. ഇത് കുറേ ഡോക്ടർ എഞ്ചിനീയറെ ഉണ്ടാക്കുന്ന കുറേ ഫാക്ടറികളിലേക്ക് വേണ്ട ഫോഡറിനെ സൃഷ്ടിക്കലാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ എൻട്രൻസ് തന്നെ വേറൊരു വലിയ തട്ടിപ്പാണ്. കാരണം ഇത്രയും കുട്ടികളൊന്നും ഈ ഓരോ എൻട്രൻസിൻ്റെയും പുറകിന് പോകേണ്ട കാര്യമില്ല. അതിന് ആപ്റ്റിറ്റ്യൂഡ് ഇല്ലാത്തവരതിന് പോയിട്ട് എന്താ കാര്യം? അതിന് സ്കില്ലില്ലാത്തവരതിൻ്റെ പുറകിന് പോയിട്ട് എന്താ കാര്യം? അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുറച്ചുകൂടി ഡീപ്പർ നോളജിലേക്ക് നയിക്കാനുള്ള വലിയൊരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. കുട്ടികൾക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പ്രധാനം. കുട്ടികൾക്ക് നല്ല സംസ്കാരം കിട്ടുന്നുണ്ടോ? അവർക്കൊരു അച്ചടക്കമുണ്ടോ? ഇപ്പോൾ സംസ്കാരവും അച്ചടക്കവും റെസ്പെക്റ്റും ഒന്നും ഇല്ലാത്ത കുട്ടികൾ എവിടെയാണ് നാളെ വിജയിക്കാൻ പോകുന്നത്? അവർക്കൊരു ജോലി കിട്ടിയാൽ തന്നെ അത് നിലനിർത്താനായിട്ട് പറ്റുമോ? വിവാഹം കഴിച്ചാൽ തന്നെ അത് നിലനിർത്താൻ പറ്റുമോ? അപ്പോൾ എല്ലായിടത്തും ഒരു കെയോസ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ കുറവാണെന്ന് പറയേണ്ടിയിരിക്കുന്നു. സ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ മേനി പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, അതിനുവേണ്ടി ഒന്ന് മേനി പറയാൻ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം ഉയർന്നിട്ടില്ല. അത് പൊതുവിദ്യാലയത്തിലും ഇല്ല, ഇംഗ്ലീഷ് മീഡിയം വിദ്യാലയങ്ങളിലും ഇല്ല. ഒരുപാട് മാറ്റങ്ങൾ നമ്മൾ വരുത്തേണ്ടതായിട്ടാണ്. അൾട്ടിമേറ്റ്ലി വാട്ട് ദ ചൈൽഡ് ഗെറ്റ്സ്, അതാണ് ഇമ്പോർട്ടൻറ്റ്, വേറൊന്നുമില്ല. അപ്പോൾ കുട്ടിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ഓരോ കുട്ടിയെയും ഫലപ്രദമായി ജീവിക്കാൻ സമൂഹത്തിലേക്ക് വിടുകയും ആ കുഞ്ഞുങ്ങളെ ആത്മവിശ്വാസത്തോടെ ജീവിക്കാൻ പ്രാപ്തിയുള്ളവരാക്കി മാറ്റുകയും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിന് ഒരുപാട് തകരാറുണ്ട്. അതുകൊണ്ട് ഈ പുതിയ അധ്യയന വർഷത്തിലേക്ക് പഠിപ്പിക്കാനായിട്ട് തയ്യാറാവുന്ന എല്ലാ അധ്യാപകരോടും അതിനുവേണ്ടി ഒരുങ്ങുന്ന എല്ലാ സ്കൂളുകളോടും എനിക്ക് പറയാനുള്ളത്, കുട്ടികൾക്ക് എന്ത് കിട്ടി എന്നുള്ള കാര്യത്തിൽ നമ്മൾ കുറേ കൂടെ ശ്രദ്ധ ചെലുത്തുക. അല്ല, കുറേ പോളിസികളും കുറേ പ്രോജക്റ്റുകളും കുറേ പദ്ധതികളും ഒക്കെ കൊണ്ടുവന്നു, അതിൻ്റെ മീറ്റിംഗ് നടത്തി, കയ്യടി വാങ്ങിച്ചു, ഫോട്ടോ എടുത്തു, ഫേസ്ബുക്കിലിട്ടു. ഇതൊന്നും വിദ്യാഭ്യാസമല്ല. കുട്ടിക്ക് എന്ത് കിട്ടി? അൾട്ടിമേറ്റ്ലി നമ്മുടെ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന കുട്ടികൾ ലോകത്ത് വ്യത്യസ്തരായി നിൽക്കാൻ, ചതിക്കപ്പെടാതെ നിൽക്കാൻ, അവരുടെ ആഗ്രഹങ്ങളും അവരുടെ അഭിലാഷങ്ങളും നേടിയെടുക്കാൻ കരുത്തോടെ നിൽക്കാൻ അവർക്ക് കഴിയുന്നുണ്ടോ? രാജ്യത്തിന് അവരെ കൊണ്ട് ഗുണമുണ്ടോ? സമൂഹത്തിന് അവരെ കൊണ്ട് ഗുണമുണ്ടോ? അവരുടെ കുടുംബങ്ങളിൽ അവരെ കൊണ്ട് ഗുണമുണ്ടോ? ദിസ് ഈസ് വാട്ട് എഡ്യൂക്കേഷൻ ഈസ് ഓൾ അബൌട്ട്. അതിന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം ഒരുക്കിയെടുക്കാൻ നമുക്ക് കഴിയട്ടെ. ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാതാപിതാക്കളും അധ്യാപകരും എല്ലാം ഈ കാര്യത്തിൽ വളരെ ഗൗരവത്തോടെ ചിന്തിക്കുക. മാതാപിതാക്കളും ചിന്തിക്കണം, എൻ്റെ കുഞ്ഞിനെ ഈ വിദ്യാഭ്യാസത്തിലൂടെ എന്ത് കിട്ടി? ചുമ്മാ മേനി പറയാൻ വലിയ സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ടൊന്നും ഒരു കാര്യമില്ല. പല സ്കൂളും ഇൻ്റർനാഷണൽ എന്നൊക്കെ പറഞ്ഞ് എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ അവസാനം ഒന്നും കിട്ടുന്നില്ല കുഞ്ഞുങ്ങൾക്ക്. അതാണൊരു ദാരിദ്ര്യം. കുഞ്ഞുങ്ങളിൽ ആ ദാരിദ്ര്യം സൃഷ്ടിക്കാൻ ആരും ശ്രമിക്കരുത്. നമുക്ക് എൻട്രി ചെയ്യാം നമ്മുടെ വിദ്യാഭ്യാസത്തെ. കൂട്ടായ പ്രവർത്തനം ഇതിനാവശ്യമാണ്. എല്ലാവർക്കും സന്തോഷകരമായ ജീവിതം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.